ഗൈസ്, അപ്പോൾ ഫയൽ ട്രാൻസ്ഫറിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, നമുക്കറിയാം ഫയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറയ്ക്കാൻ വേണ്ടി ലാപ്പിലത്തെ കുറച്ച് ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഫോണിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും എപ്പോഴും കേബിൾ യൂസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിഷയം പിടിച്ച പണിയാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു USB-യുടെ ആ ഒരു പോർട്ട് ലൂസ് ആവാൻ തുടങ്ങും. അങ്ങനെ കുറേയധികം വിഷയങ്ങൾ നമ്മൾ ഈ വയർ യൂസ് ചെയ്തും അതുപോലെ ഫയൽ ട്രാൻസ്ഫറിങ്ങിൽ നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കുറേയധികം സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് വയർലെസ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന കുറേയധികം പരിപാടീസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ ചിലതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്കാവുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ ഗൂഗിളിൻ്റെ ആ ഒരു ഫയൽ ട്രാൻസ്ഫറിങ് ആപ്പിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോസ് ലാപ്ടോപ്പിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളൊരു വിൻഡോസ് പ്ലസ് ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് അടിപൊളിയായിട്ട് വർക്കാവുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതൊരു ബീറ്റ ഫേസിലാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേബിൾ വേർഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമല്ല, ഗൂഗിളിൻ്റെ ആ ഒരു നിയർ ബൈ ഷെയർ ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ട്രാൻസ്ഫറിങ് ടെക്നോളജിയാണ്. നമ്മൾ ഐഫോൺസിലൊക്കെ കാണുന്ന ആ ഒരു എയർ ഡ്രോപ്പ് പോലത്തെ ഒരു ഫീച്ചറാണ്. അപ്പം ഈ ഒരു വീഡിയോ ഐഫോൺ യൂസേഴ്സിന് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ഇല്ല. അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസറാണ്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫയൽസൊക്കെ നിങ്ങൾ വിൻഡോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതായിരിക്കും അതുപോലെ തന്നെ കുറേ പേർക്ക് അത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ട്രാൻസ്ഫറിങ് ആപ്ലിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ ആദ്യം പറയാം, അതുകഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക നിയർ ബൈ ഷെയർ ഫോർ വിൻഡോസ് എന്ന്. ഓക്കെ, വിൻഡോസിന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് കുറേ ഗൂഗിളിൻ്റെ തന്നെ ഡോക്യുമെൻറ്റേഷൻ കാണാൻ പറ്റും. ഇത് ബീറ്റയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് കാണാൻ പറ്റും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അത് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആ ഒരു ലോഗോയാണ് കാണാൻ. നമ്മുടെ ആ ഒരു ഫോണിൽ കാണുന്ന സെയിം നിയർ ബൈ ഷെയറിൻ്റെ ആ ഒരു ഐക്കൺ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ. ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു വിൻഡോസിലെ ആ ഒരു ആപ്പിനെ പറ്റി റിവ്യൂ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോണിൻ്റെ കാര്യം പറയാം. അപ്പം ഈ ഒരു ആപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് റിസീവ് ഫ്രം എവരി വൺ എന്ന് കാണാം. അതുപോലെ തന്നെ താഴേക്ക് അയക്കുന്നത് നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡിവൈസ് ഇടനാക്കി വയ്ക്കാം. അതുപോലെ തന്നെ റിസീവ് ഫ്രം യുവർ ഡിവൈസസ്, അതായത് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ റിസീവ് ഫ്രം കോൺടാക്റ്റ്, അതുപോലെ നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ഗൂഗിൾ അക്കൗണ്ട് മെമ്പേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ റിസീവ് ഫ്രം എവരി വൺ, ഈ ഒരു ഓപ്ഷൻ വേറെ ഒന്നുമില്ല, ഓപ്പൺ ആയിട്ട് ഇടുക നമ്മുടെ ആ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫയൽ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മേളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ അതുപോലെ സെറ്റിംഗ്സ് ഐക്കൺ കാണാം. സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡിവൈസിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ലൊക്കേഷനാണ് ഫയൽ സേവ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ഡിവൈസ് വിസിബിലിറ്റി, നമ്മൾ ആദ്യം കണ്ട ആ ഒരു സെയിം ഓപ്ഷൻ. പിന്നെ സെൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു അനലിറ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ, ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു വേർഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, വേർഷൻ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ മെയിൻ പേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്ററിൽ വരുന്ന പേജാണ്. നമുക്കിപ്പം റിസീവ് ഫ്രം എവരി വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെഡി ടു റിസീവ് എന്ന് കാണാം. അപ്പം ഈ ഒരു മോഡിൽ നമുക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഫയൽ ഇടാനുള്ള ഓപ്ഷനാണ്. ഒന്നിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ഫയൽസ് കൊടുത്ത് ഓരോന്നും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ഫോൾഡർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനിയിപ്പോൾ ഫോണിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഈ നിയർ ബൈ ഷെയർ എവിടെയാണെന്ന് തപ്പുന്ന കുറേ പേരുണ്ട്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. നോട്ടിഫിക്കേഷൻ പാനലിൽ എടുക്കുക. ചിലപ്പോൾ നിയർ ബൈ ഷെയർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ഒരു പെൻസിലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ പെൻസിലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാക്കി എല്ലാ കൺട്രോൾസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിയർ ബൈ ഷെയർ ഒന്നെങ്കിൽ ഡ്രാഗ് ചെയ്തിടുക, അല്ലെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഓഫ് ആണെങ്കിൽ അത് ഓൺ ആക്കാൻ പറയും, അതൊക്കെ ഓൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഐക്കൺ കാണാം. നിങ്ങളുടെ സെറ്റിംഗ്സ് മാറ്റാം ഇതേപോലെ തന്നെ. ഓക്കെ, നിങ്ങളുടെ ഡിവൈസ് നെയിമും ലൊക്കേഷനും ഒക്കെ മാറ്റാം. ഈ ഫോണിൽ നിന്നാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സംഭവം സിമ്പിളാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഏത് ഫയലാണോ ട്രാൻസ്ഫർ ചെയ്യണേ, ആ ഒരു ഫയൽ കിടക്കുന്ന ലൊക്കേഷനിൽ പോയിട്ട് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ഷെയറിന് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ ആ ഒരു ഡിവൈസസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലാപ്പ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആൻഡ് ഡിസ്പ്ലേയും കാണാൻ പറ്റും. അപ്പോൾ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫറിങ് തുടങ്ങുന്നതാണ്. ഇപ്പോൾ സെയിം സംഭവം തന്നെയാണ്. വിൻഡോസിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ഫയൽസ് കൊടുക്കാം, അല്ലെങ്കിൽ സെലക്ട് ഫോൾഡേഴ്സ് കൊടുക്കാം. ഇതേപോലെ തന്നെ ആദ്യം സെലക്ട് ഫയൽ കൊടുത്തിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോണിൽ പോപ്പപ്പ് വരും. അത് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾഡർ ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടല്ലോ, ആൻഡ്രോയിഡ് 8 അതിന് താഴേക്കുള്ള ആൻഡ്രോയിഡ് വേർഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് കമ്പാറ്റബിലിറ്റി കുറവാണ്. പിന്നെ ഇതൊരു ബീറ്റ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം റീട്രൈ അടിച്ചാലുള്ളൂ ഫയൽ ട്രാൻസ്ഫറിങ് നടക്കുകയുള്ളൂ. ഓക്കെ,
അപ്പം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നും കൂടിയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ലാപ്പിലായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈസിൽ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു നിയർ ബൈ ഷെയറിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, വൈഫൈ, ഈ 3 സംഭവം ഉണ്ടായാൽ മാത്രമേ സംഭവം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വലിയ ഫയൽസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ആ ഒരു ഗൂഗിളിലെ നിയർ ബൈ ഷെയർ ഫോർ വിൻഡോസിനെ പറ്റി പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ള ലിങ്ക്സും അതുപോലെ തന്നെ ഒരു വിൻഡോസ് ഇക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം ഇതിലൂടെ. ഓക്കെ, കുറച്ച് നാളെയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റേബിൾ വെർഷൻ വരും. സ്റ്റേബിൾ വെർഷൻ വന്നാൽ പിന്നെ പവർ ആയിരിക്കും, അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ല രീതിയിലുണ്ടാവും ഫയൽ ട്രാൻസ്ഫറിങ്ങിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത് ആ ഒരു നിയർ ബൈ ഷെയർ ഫോർ വിൻഡോസിനെ പറ്റി. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ